സച്ചി, അർച്ചന ഇപ്പോ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയില. അതല്ലേ ഇതിലെ ഏറ്റവും വലിയ കുരുക്ക്. ഈ കോംപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെ മറികടക്കും? ഓർമ്മകൾ പോയെങ്കില് അതെങ്ങനെയെങ്കിലും ചികിത്സിച്ച് തിരികെ കൊണ്ടുവരണം വക്കീലെ. പക്ഷെ എന്റെ മകള്, എന്റെ ചോരയിൽ ജനിച്ച മകള് മറ്റാരെങ്കിലും ആണോ അച്ഛന്ന് വിളിക്കേണ്ടത്? ആ മകളെ സ്നേഹിക്കാനും ഓമനിക്കാനും എനിക്കല്ലേ അവകാശം വക്കീലെ? അതാ സച്ചി ഞാൻ പറയുന്നേ. അർച്ചന ഇറങ്ങി പോകുമ്പോ ആ കുഞ്ഞിന് ഒരു വയസ്സ് പോലും ഇല്ല. ഓർമ്മ വെച്ച നാൾ മുതല് ഗൗരിമോൾ വളരുന്നത് ഗൂഗിൾ സാറിന്റെ മകളായിട്ടാ. പെട്ടെന്നൊരു ദിവസം സച്ചി ചെന്ന് ഞാനാണ് നിന്റെ അച്ഛനെന്ന് പറഞ്ഞ ആ കുഞ്ഞ് സച്ചി അംഗീകരിക്കുമെന്ന് സച്ചിക്ക് തോന്നുന്നുണ്ടോ? രക്തത്തിന് രക്തത്തെ തിരിച്ചറിയാൻ അധികം സമയമൊന്നും വേണ്ട വക്കീലെ. ഞാൻ എന്റെ മോളെ ഒന്ന് ചേർത്ത് പിടിച്ചാ മതി. അവളുടെ ശിരസില് ഒന്ന് തൊട്ടാ മാത്രം മതി. എന്റെ മോളെ ഒന്ന് വിളിച്ചാ മാത്രം മതി. അവളെന്നെ തിരിച്ചറിയും വക്കീലെ. സച്ചി പറയുന്നതൊക്കെ ശരിയാ, സമ്മതിച്ചു. പക്ഷെ 10 കൊല്ലം ഒരു സ്ത്രീ ഒരാളുടെ കൂടെ ജീവിച്ചു എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. ഗൂഗിൾ സാർ ഒരു മനുഷ്യന്, അദ്ദേഹത്തിന് ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്. 10 വർഷക്കാലം കൂടെ ജീവിച്ച ഭാര്യയും മകളെയും ഒരു ദിവസം പെട്ടെന്നെടുത്ത് സച്ചിക്ക് തരാനൊന്നും പറ്റില്ല. ഇനി നിയമപരമായിട്ട് നീങ്ങിയാൽ തന്നെ അർച്ചന സച്ചി അറിയില്ലെന്ന് പറഞ്ഞ സച്ചി എന്ത് ചെയ്യും? വക്കീലെ, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എന്റെ മോള് അന്യരുത്തന്റെ മകളായിട്ട് വളരുന്ന കാണുമ്പോ എന്റെ ഉള്ളിൽ പൊള്ളുകയാണ് വക്കീലെ. ഓരോ നിമിഷവും എന്റെ അർച്ചന മറ്റൊരാളുടെ കൂടെയാണെന്ന് ഓർക്കുമ്പോ ഞാൻ സ്വയം എരിഞ്ഞു തീരുക. സച്ചി, തളർന്നു പോരുത്. ഇവിടെ അല്പം ശാന്തമായി സമാധാനമായിട്ടും ആലോചിച്ചേ പറ്റൂ. എല്ലാം ശരിയാവും. ഈ പ്രശ്നങ്ങളെല്ലാം തീർത്ത് അർച്ചന സച്ചിയുടെ കൂടെ തിരിച്ചു വരണമെങ്കിൽ ആദ്യം മുതലുള്ള ഇതിന്റെ കുരു കഴിക്കണം.